കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള ചട്ടഞ്ചാലിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. ഈ ഭാഗത്തെ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണവും മഴ ശക്തി പ്രാപിച്ചാലുള്ള ആശങ്കയും ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഥലത്തെ ഗുരുതര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിൽ 2 ഇഞ്ചിൽ നിർമ്മാണം തുടരുന്ന ചെർക്കള, ബേവിഞ്ച, തെക്കിൽ ഭാഗങ്ങളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പ്രദേശത്ത് വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ 8 കിലോമീറ്ററിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണിയുടെ ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ നിരവധിയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതും ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതും മഴ പെയ്താൽ ജനങ്ങളുടെ യാത്ര ദുരിതപൂർണമാക്കുകയാണ്. നാട്ടുകാരുടെ ആശങ്കയും പ്രതിഷേധവും നിലവിൽ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവൃത്തികളും ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു കളക്ടറുടെ അടിയന്തര സന്ദർശനം. കാലവർഷ ആരംഭത്തിനു മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര പുരോഗമനമുണ്ടായിട്ടില്ലെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസിനും റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കും നിരീക്ഷണ ചുമതല നൽകിയിട്ടുണ്ടെന്നും നിലവിൽ ആശങ്ക വേണ്ടെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കി. എക്സ്പെർട്ട് കമ്മിറ്റികൾ പഠനം നടത്തിയിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. NHO അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുരോഗതി വിലയിരുത്താനാണ് നമ്മൾ പീരിയോഡിക്കായിട്ട് വിസിറ്റ് ചെയ്യും, മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്, എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് ബേവിഞ്ചക്കുന്ന്. കാരണം ഈ വർഷം നമ്മൾ മഴ സ്റ്റാർട്ട് ചെയ്യാറായി. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചത്ര പൂർണ്ണമായിട്ട് വർക്ക് NH കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് 2 സ്ഥലങ്ങളിലും നമ്മൾ RDOമാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് ആവശ്യമാണെങ്കിൽ പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ RDO തലത്തിൽ നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിൽ ചെറുവത്തൂർ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ സന്ദർശനം. ന്യൂസ് മലയാളം, കാസർഗോഡ്.